ഇവിടെ വായിക്കുന്നത്, ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അടുത്ത കാതലായിരിക്കുന്ന വാക്യം അവിടെ താഴെ വായിക്കുന്നുണ്ട്. എന്താണ്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താണ്? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നത്. അപ്പോൾ ഒരു ദൈവവൈദ്യന് അവൻ ആഗ്രഹിക്കേണ്ട വിഷയം, അവൻ പഠിക്കേണ്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാവി കാലത്തിലെ വിഷയം എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താ തന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ രക്ഷയെ കരസ്ഥമാക്കുക എന്നുള്ള വിഷയമാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂജാതനായി എങ്കിൽ ആമേ പാപത്തെ നീക്കുവാൻ, പാപത്തിന് പരിഹാരകനായി യേശുക്രിസ്തു തന്റെ മക്കൾക്ക് വേണ്ടി ആ പാപത്തിന്റെ തന്റെ മാനവജാതിയുടെ പാപത്തിന്റെ ഫലമായി യാഗമായി തീർന്ന യേശുക്രിസ്തു എല്ലാവരും ആമേൻ രക്ഷ പ്രാപിക്കുവാനായി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അത് വചനം വളരെ വ്യക്തമാക്കുന്ന വിഷയമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഈ 3 ത്രികാല അനുഭവത്തിൽ കൂടെയായി നമ്മൾ പഠിക്കേണ്ടതായിരിക്കുന്ന വിഷയം, ഏറ്റവും പ്രധാന വിഷയം എന്താണ്? ഒരു ഭാവി കാലത്ത് തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. ആ രക്ഷയെ നമ്മൾ ഒരിക്കലും അഗണ്യമായി വിചാരിക്കരുത്. സ്തോത്രം. അല്പനാൾ ലോകത്ത് ജീവിച്ചിരുന്ന് എങ്ങനെയെങ്കിലും ജീവിതം കൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച് നീങ്ങാമെന്നുള്ള പ്രതീക്ഷയല്ല. പിന്നെയോ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുക. പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാകുന്നുവെങ്കിൽ ഈ പ്രസ്താവന ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ. ദൈവമക്കൾ വചനം വിശ്വസിക്കുന്ന ഏവർക്കും ഒരു രക്ഷയുണ്ട്. ആ രക്ഷയെ കരസ്ഥമാക്കുവാനുള്ള വ്യഗ്രത നമുക്കെപ്പോഴും ദൈവമുമ്പാകെ ഉണ്ടാകുമാറാകണം. പത്രോസിന്റെ ലേഖനം അപ്പോസ്തലൻ ഇപ്രകാരം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസോട് ഓർപ്പിക്കുന്നത്, എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ എന്താണ്? രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. സ്തോത്രം. ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലുമൊക്കെ വ്യക്തമായി ഓർപ്പിക്കുന്ന വിഷയം യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചാണ്. പലർക്കും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ ഈ കൃത്യമായ സമയം ഓർപ്പിക്കുന്നത്, ദൈവമക്കൾക്ക് കർത്താവിൽ വിശ്വസിച്ച് വചനപ്രകാരം വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഭാവിയിൽ ഒരു രക്ഷ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം പഠിക്കുമ്പോൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക എന്നുള്ള വിഷയമാണ്. ഓർപ്പിച്ചല്ലോ, സത്യദൈവത്തെ വെളിപ്പെടുത്തുക, പാപങ്ങളെ നീക്കുവാൻ കർത്താവ് വന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. അതെല്ലാം വ്യക്തമായി ഓർപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. ഈ കൃത്യമായ സമയം ഓർപ്പിക്കുന്നത് ത്രികാല അനുഭവത്തിൽ കൂടെയായി ഒരിക്കൽ കർത്താവ് വന്നു. ഈ ലോകത്ത് 3 വർഷത്തോളം യഹൂദയിലും ശമര്യയിലും യെരുശലേമിലും യഹൂദ പട്ടണങ്ങളിലൊക്കെ കർത്താവ് സഞ്ചരിച്ച് അനേകരുടെ കർത്താവ് സുവിശേഷം പറഞ്ഞ് അനേക രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് കർത്താവായ യേശുക്രിസ്തു കർത്താവിന്റെ ശുശ്രൂഷ നിറവടിയായി ചെയ്ത് ഇതാ നമ്മൾ വചനം പിടിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ച് യോഹന്നാൻ പറയുകയാണ്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്,
അവൻ എന്നിലും ബലവാനായിരിക്കുന്ന ഒരുവൻ. അവൻ ചെരുപ്പിന്റെ വാറ പോലും അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ വെള്ളം കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്നുള്ള യോഹന്നാന്റെ മരുഭൂമിയിലെ ആ മാനസാന്തരത്തിൻ്റെതായിരിക്കുന്ന ശബ്ദം വിളിച്ചു പറയുമ്പോൾ എന്നേക്കാൾ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പരസ്യമായി പ്രസ്താവിക്കുമ്പോൾ ഇത് യോർദാനിലേക്ക് കർത്താവ് യേശുക്രിസ്തു നടന്നു വരികയാണ്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാനാൽ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും പ്രാപന്ന പോലെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഇപ്രകാരം ഓർപ്പിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവ് പ്രാപിച്ചവനായി കർത്താവ് ഇതാ മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു. നന്ദിയോടെ സ്തോത്രമുണ്ടാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോയാൽ നിനക്കും ഒരു രക്ഷയുണ്ട്. കർത്താവിന്റെ പരിശുശ്രൂഷയ്ക്ക് ശേഷമായി സുവിശേഷങ്ങൾ വായിക്കുന്ന പോലെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഗോൽഗോഥാ മലയിൽ യാഗമായി തീർന്നു. അവൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും കാണുക, ഇതാ യെരൂശലേമിന് കിഴക്കുള്ളതായ ഒരു മലയിൽ നിന്നും കർത്താവ് എല്ലാവരും കാണുക. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്നവർക്ക് സമാധാനം അരുളിക്കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. സ്തോത്രം. ദൈവമക്കളെ കടന്നുപോയത് ആ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത് വീണ്ടും തനിക്കായി കാത്തിൽക്കുന്ന രക്ഷയ്ക്കായി കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും. ആ കർത്താവിന് വേണ്ടി നമ്മൾ നോക്കി പാർക്കുകയാണ്. ഈ മരുഭൂമിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാ പാപത്തിൽ കൂടിയായ മനുഷ്യൻ നട്ടോട്ടം ഓടിക്കൊണ്ട് ദൈവമില്ലാത്തവരായി, ദൈവപ്രിയമില്ലാത്തവരായി, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി, ഗുരുക്കന്മാരെ ബഹുമാനിക്കാത്തവരായിട്ട് മുൻപോട്ട് പോകുന്ന ധാരാളം തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്ന വചനം എന്ത്? എനിക്കും നിങ്ങൾക്കും ഒരു രക്ഷകർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വർത്തമാനകാലത്തിൽ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അവന്റെ അടുക്കിലേക്ക് വിശുദ്ധമായി നിഷ്കളങ്കതയോടെ കടന്നു വന്നാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുവാൻ മതിയായ ദൈവമാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടം എനിക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ ഇതാ ഭാവി കാലത്ത് നിനക്ക് വേണ്ടി കർത്താവ് ഒരു രക്ഷയുമായിട്ട് വരുവാൻ പോകുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അനേക വിഷയത്തിൽ കൂടെയാണ് ലോകം മുൻപോട്ട് കടന്നു പോകുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ, രൂക്ഷമായിരിക്കുന്നതായ വിപ്ലവങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രധാരയിൽ കൂടെയൊക്കെ കേട്ടതായിരിക്കുന്ന വായിച്ചറിഞ്ഞതായ സംഭവമാണല്ലോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും പാകിസ്ഥാനുമായിട്ടുള്ളതായ യുദ്ധം. എന്നാൽ യുദ്ധം അല്പ ചില ദിവസങ്ങളായിട്ടത് ഇങ്ങനെയൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അനുഭവമാണ്. യുദ്ധം കഴിഞ്ഞിട്ടില്ല, ഇനിയും മഹായുദ്ധങ്ങൾ കടക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധം ലോകത്ത് പൊട്ടിപ്പുറപ്പെടും. ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ ലോകത്തുണ്ടായി. ചരിത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം. ഇനിയും വരാൻ പോകുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധം സംഭവിച്ചാൽ ഈ ലോകം തീ കൊണ്ട് വെന്തു പോകുന്ന അനുഭവം ഉണ്ടാകും. മിസൈലുകളും ബോംബുകളും പീരങ്കികളും ഉള്ളതായിരിക്കുന്ന വലിയ വലിയ തീവ്രമായിരിക്കുന്ന യുദ്ധത്തിന്റെ ആ കെടുതികൾ ലോകത്ത് ഉണ്ടാകും. ഇസ്രായേൽ, എല്ലാവർക്കും ഭയമായി നിൽക്കുന്ന ഇസ്രായേൽ, ചെറിയ രാജ്യമാണെങ്കിലും ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ഇസ്രായേൽ രാഷ്ട്രം, അവരും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. വൻകിട രാജ്യങ്ങളായിരിക്കുന്ന അമേരിക്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ യുദ്ധക്കൊതിയന്മാരായി നിലകൊള്ളുമ്പോൾ ഒരു കാര്യം വാസ്തവമായി ഓർപ്പിക്കട്ടെ, ഒരു മൂന്നാം ലോകമഹായുദ്ധം ലോകത്ത് സംഭവിക്കും. വേദപുസ്തകം വളരെ അനുശാസിക്കുന്ന വിഷയമാണ്. ലോകം കാത്തിരിക്കുന്ന ഒരു മഹായുദ്ധം ഉണ്ടായാൽ ദൈവമക്കളെ നമ്മൾ ആരും ലോകത്ത് കാണത്തില്ല. എന്നൊരു കാര്യമുണ്ട്. കർത്താവിന് വേണ്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഓർപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം, ഒരു ഭാവി കാലത്തുള്ള രക്ഷ ദൈവമക്കൾ കരസ്ഥമാക്കി
മുൻപോട്ട് പോകുവാൻ. ഇവിടെ എന്താ വായിച്ചത്? തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും എന്നുള്ളതാണ്. ക്രൈസ്തവർ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമുണ്ട്, യേശുക്രിസ്തു രണ്ടാമത്തെ വരവ്. ആ വരവ് പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. കർത്താവിന്റെ വരവ്, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകും. വചനം പറയുകയാണ്, കർത്താവിന്റെ വരവ് ഇതാ നമ്മൾ വചനം പഠിക്കുമ്പോൾ മേഘപ്രത്യക്ഷതയിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് മേഘത്തിൽ കർത്താവ് വരും. ഇവിടുന്ന് വിശുദ്ധന്മാരായിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടുന്ന് പറന്നുയരും. മരിച്ച വൃതന്മാര്, മരിച്ച വൃതന്മാര്, അവർക്കുണ്ടാകുന്ന ആദ്യത്തെ പുനരുത്ഥാനം, അത് കഴിഞ്ഞ് ജീവനോട് ശേഷിക്കുന്ന ദൈവമക്കളുടേതായിരിക്കുന്ന പുനരുത്ഥാനം, രണ്ടുപേരും ഒരുപോലെ മധ്യാഹത്തിലേക്ക് പറന്നുയരുകയാണ്. 7 വർഷം അവിടെയുള്ളതായിരിക്കുന്ന യേശുക്രിസ്തു തമ്മിലുള്ള വേളി കഴിഞ്ഞ് യേശുക്രിസ്തു സഭയുമായിട്ട് ഇതാ ഉരുമലയിലേക്ക് വരുന്ന ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സക്രിയ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് കർത്താവിന്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അവന്റെ കാൽ ചവിട്ടും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി 2ആയി പിളർന്നു പോകും, ഒരു വലിയ താഴ്വരയായി മാറ്റപ്പെടും. ആ വരവ് നമ്മൾ വചനം പഠിക്കുമ്പോൾ 1000 ആണ്ട് ഈ ലോകത്ത് കർത്താവ് ഭരിക്കും. 1000 ആണ്ട് കർത്താവിന്റെ ഭരണം, രാജാതി രാജാവായിരിക്കുന്ന കർത്താവ് 1000 വർഷം ഇവിടെ ഭരിക്കുമ്പോൾ, സ്തോത്രം, 1000 ആണ്ടേക്ക് പിശാചിനെ ചങ്ങലിലിട്ട് പൂട്ടുന്ന സമയം ഇതാ വരാൻ പോകുകയാണ്. ദൈവമക്കളെ, വാക്കുകൾ അതി നീട്ടുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഓർപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷനായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം ഓർപ്പിക്കുന്നു, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ രക്ഷിപ്പാനായി, ഒരു രക്ഷ നൽകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വർത്തമാനകാലത്തിൽ ദൈവവചനം പഠിച്ചും ദൈവവചനപ്രകാരം ജീവിച്ചും ദൈവവചനം അംഗീകരിച്ചും മുൻപോട്ട് പോകുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഒരു മധ്യസ്ഥനായ യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ, പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്കായി കർത്താവ് മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. വർത്തമാന കാലത്ത് ഈ നാൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഭാവി കാലം സംഭവിക്കും എന്നുള്ള കാര്യം ഏറ്റവും ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൃത്യമായ സമയം ഓർപ്പിക്കുന്നത്, രക്ഷ ആരും അവഗണിക്കരുത്. രക്ഷ കരസ്ഥമാക്കി ഈ ലോകത്ത് കർത്താവിന്റെ മക്കളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എന്റെ വാക്ക് ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, മാന്യ പിതാവേ, മാന്യ മാതാവേ, മാന്യ സഹോദര സഹോദരി, നീ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ രക്ഷയെ ഒരിക്കലും അവണ്യമാക്കാൻ ഇടയാകാതെ ഈ രക്ഷയെ കർശമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇന്ന് കൃത്യമായ സമയം നിനക്ക് വേണ്ടി ദൈവവചനമായി ഓർപ്പിക്കുകയാണ്. ലോകം പാപത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോകം എല്ലാ നിലയിലും നാശത്തിലേക്ക് നീങ്ങുമ്പോൾ, നാശമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പൈതാഹമില്ലാത്ത ഒരു രാജ്യം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്കായി ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നീട് നിങ്ങളെ ചേർക്കുവാൻ അടുക്കിലേക്ക് കർത്താവ് വരും എന്ന് വ്യക്തമാക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിനെ വിശ്വസിപ്പീൻ എന്ന് കർത്താവിന്റെ വചനം വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് വചനം വിശ്വസിക്കുക, വചനപ്രകാരം മുൻപോട്ട് പോകുക, ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി കർത്താവ് മരിച്ച് അടക്കപ്പെട്ട നിന്റെയും പാപത്തിന്റെ ഫലമായി, നിന്റെയും പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചുവെങ്കിലും ആ രക്ഷകനായ കർത്താവിനെ അംഗീകരിച്ചുകൊണ്ട്, രക്ഷകനായ കർത്താവിനെ ഏറ്റെടുത്തുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ കർത്താവെ ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഇരിക്കുന്ന ഇരിപ്പില് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നുവെങ്കിൽ നീ കർത്താവിന്റെ പൈതലായിത്തീരുവാനുള്ള അധികാരം, അവകാശം കർത്താവ് നിനക്ക് വേണ്ടി നൽകി തരികയാണ്. കർത്താവ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ലോകത്തിലേക്ക് വന്നു. കർത്താവ് അവൻ്റെതായ വചനത്തെ പ്രസ്താവിപ്പാനായി ലോകത്തിലേക്ക് വന്നുവെങ്കിലും ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് രക്ഷ കരസ്ഥമാക്കി. ഓർപ്പിച്ചല്ലോ, ഒരിക്കൽ പ്രത്യക്ഷനായി
ഇനിയും പാപം കൂടാതെ എന്റെ കർത്താവ് രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ള ഭാവികാലത്ത് ഓർപ്പിക്കുന്ന രക്ഷയെ കരസ്ഥമാക്കിക്കൊണ്ട് ഒരു മഹാപ്രതിഫലമുണ്ട്. ആ പ്രതിഫലം തള്ളിക്കളയുവാൻ ഇടയാകാതെ ആമേൻ. അല്ലെങ്കിൽ ഈ പ്രത്യേകമായ സമയം വചനമായി നിങ്ങളോട് ഓർപ്പിക്കുന്ന വിഷയങ്ങളെ അത് കരസ്ഥമാക്കി ദൈവവചനായി ഈ ലോകത്തിന്റെ ചിന്തകളെയും ലോകത്തിന്റെ ആ ഈടാകൂടങ്ങളെയൊക്കെയും വിട്ടുകൊണ്ട് ദൈവവചനായി ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്ന് പ്രത്യേകമായ സമയം ആ വചനം നിങ്ങളെ ഓർപ്പിക്കുന്നത് പാപത്തിലേക്ക് കണ്ടുപോകാതെ പിശാചിന്റെ അടിമത്തിലേക്ക് കണ്ടുപോകാൻ ഇടയാകാതെ യേശുവിൽ വിശ്വസിച്ച് രക്ഷിതാവിന്റെ ഒരു മകളായി ജീവിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്രയും സമയം ആ ദൈവംഭാഗ ദൈവജനമായിട്ട് ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ വചനം ഏവർക്കും കേട്ട എല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ, എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ് ജീസസ്.